ഈ സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കാണാൻ അനുവാദമില്ലായിരുന്നു. പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ആൺകുട്ടികൾ ഹാളിനു ചുറ്റും ഓടണമായിരുന്നു. രാവിലത്തെ പ്രാർത്ഥനാ സമയത്ത് പോലും ഇവർ തമ്മിൽ 10 മീറ്റർ അകലം പാലിക്കണമായിരുന്നു. ഉച്ചഭക്ഷണ സമയത്തും ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകം ഇരിക്കണമായിരുന്നു. ആരും അബദ്ധത്തിൽ പോലും സംസാരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അധ്യാപകർ ഓരോ മേശയ്ക്കും ചുറ്റും നടക്കുമായിരുന്നു. സത്യത്തിൽ ഈ സ്കൂൾ ആദ്യം പെൺകുട്ടികൾക്ക് മാത്രമുള്ളതായിരുന്നു. എന്നാൽ സ്കൂൾ വലിയ പ്രതിസന്ധിയിലായപ്പോൾ പ്രിൻസിപ്പൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകി തുടങ്ങി. ഹെഡ്മിസ്ട്രസ് ഇതിനെ ശക്തമായി എതിർത്തുവെങ്കിലും ആരും അത് കേട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു അധ്യാപകൻ ഇതിന്റെ വീഡിയോ എടുത്തു. വീഡിയോ കണ്ട ഹെഡ്മിസ്ട്രസ് ആകെ കലിപ്പിലായി. അവർ എല്ലാ വനിതാ അധ്യാപകരെയും വിളിച്ചുകൂട്ടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം അടുക്കാൻ കഴിയാത്തവിധം കർശനമായ ചില നിയമങ്ങൾ ഉണ്ടാക്കി. എന്നാൽ വിദ്യാർത്ഥികളും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഒരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കി പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം എനിക്ക് പാക്കറ്റ് പാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു ആൺകുട്ടി ചാറ്റിൽ എഴുതി. ഇത് കണ്ട് ഒരു ദയയുള്ള പെൺകുട്ടി രഹസ്യമായി തന്റെ പാക്കറ്റ് പാൽ അവന് നൽകി. എന്നാൽ ഒരു അധ്യാപകൻ ഇതെല്ലാം കാണുകയും ഉടൻ തന്നെ ഹെഡ്മിസ്ട്രസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഹെഡ്മിസ്ട്രസ് ചാറ്റ് ലോഗ് പരിശോധിച്ചപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എനിക്ക് നിന്റെ പാൽ കിട്ടുമോ? ഹെഡ്മിസ്ട്രസിന്റെ മുഖം വീണ്ടും കലിപ്പിലായി. കാരണം സ്കൂളിലെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.